ഉണ്ടായിരുന്നോ? ഇല്ല, മുഴുവനും കാടും അതുപോലെ തന്നെ യാത്രാ സൗകര്യങ്ങളായിരുന്നു. ആനയുണ്ടായിരുന്നു, പുലിയുണ്ടായിരുന്നു, കടുവയുണ്ടായിരുന്നു, അല്ലെ, എല്ലാ സാധനവും ഉണ്ടായിരുന്നു, മറ്റു മൃഗങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഉറപ്പില്ലായിരുന്നു, അല്ലെ, ദാരിദ്ര്യമായിരുന്നു ശരിക്കും, അല്ലെ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ അവസരത്തില് നിങ്ങളിവിടെ വന്ന് ഈ ഒരു വലിയ ഒരു അധ്വാനം നടത്തി. അപ്പൊ നിങ്ങൾ കേൾക്കുന്ന ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണ് ഏറ്റവും വലിയ സാഹസികര്, അല്ലെ, ഒന്നുമില്ലായ്മയെ അതിജീവിച്ചവരാണുള്ളത്. ഇപ്പൊ ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവർക്കൊക്കെ ഇപ്പൊ എല്ലാ വണ്ടിയുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, കറണ്ടുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവർക്ക് ഇവിടെ ജീവിക്കാണ്ട് പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ ജീവിച്ച് കാണിച്ചു കൊടുത്തവരാണ്, അല്ലെ, ശരിയായിട്ടല്ലേ? അപ്പൊ അവിടെ തലമുറക്ക് അറിയാവുന്ന കേസാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ജീവിച്ച് കാണിച്ചു കൊടുത്തവരാണ്, സാഹസികത തന്നെയാണ്. അന്ന് രോഗം വന്നു കഴിഞ്ഞാൽ മരുന്ന് മേടിക്കാനായിട്ട് പൈസയില്ല, അല്ല, ശരിയല്ലേ? പൈസയില്ല. അതുപോലെ തന്നെ ആശുപത്രികൾ അടുത്തില്ല, എല്ലാം ബുദ്ധിമുട്ടും ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ നിങ്ങൾ അതിജീവിച്ചവരാണ്. നിങ്ങളുടെ അതിജീവിക്കാനുള്ള കാരണം എന്താ? നിങ്ങളുടെ ദൈവവിശ്വാസമായിരുന്നു, അല്ലേ? ആയിരുന്നില്ലേ? ഉറച്ച ദൈവവിശ്വാസമായിരുന്നു. ഉറച്ച ദൈവം നമ്മളെ കൈവിടില്ല, ദൈവം നമ്മളെ കൈവിടുത്തരുന്നത്, ആ ദൈവത്തിൽ ഉറച്ചില്ല. അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്തു? കഠിനാധ്വാനവും ചെയ്തു. ഈ രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്നപ്പോഴാണ് ഇന്ന് ഈ ഉരുപ്പുകുറ്റി കാണുന്ന ഈ മനോഹരമായിട്ടുള്ള പ്രദേശം. ഇന്ന് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ നമ്മുടെ പള്ളി കാണാനും ഈ സ്ഥലം കാണാനും വന്നു. കാരണം ഇത്രയും വലിയ മലയോ നല്ല പ്രകൃതി ഭംഗിയാണ്, ഇത്രയും വലിയ മല പല പോകുന്നുണ്ട്. ആ അവിടെയാണ് നമ്മൾ ഇതിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. വീട് ഞാൻ എടുത്ത് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായമാണ്. എന്നെ കാണുന്നത് നമ്മുടെ ദേവാലയമൊക്കെ ആണെങ്കിലും നല്ല പറയുന്നത് ബെഞ്ചുണ്ട്, കസേരയുണ്ട്. പണ്ടതൊന്നും ഇല്ലായിരുന്നല്ലേ? ഓർമ്മണ്ടല്ലേ? പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെയൊക്കെ അധ്വാനം ഈ സൗഭാഗ്യത്തിലേക്ക് എത്തിച്ചു. നമ്മുടെ മക്കളൊക്കെ ആണെങ്കിലും ഇന്ന് പല രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്, അല്ലേ? ഇല്ലേ? ഇല്ലേ? മക്കളൊക്കെ പല രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ചെറിയ ഇടവെടുപ്പ് നമ്മുടെ ഇടവകയില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ 147 വീട്ടുകാരുണ്ട്. എത്ര പേരാണ്? 147 വീട്ടുകാരാണ് കുറച്ചുകൂടെ പറയുന്നത്. അപ്പൊ ഇത്രയും സാധനത്തിനാണ് നമ്മുടെ ഇടവകയിൽ ഏകദേശം ഒരു 34ഓളം പേരച്ചന്മാരും സിസ്റ്റേഴ്സുമായിട്ട് ഉണ്ട്. ഇത്രയും ചെറിയ സമ്മതം അത് കാരണം മാതാപിതാക്കളുടെ വിശ്വാസ പാരമ്പര്യത്തിൽ നിന്നുണ്ടായതാണെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു എല്ലാ സൗഭാഗ്യം ഇതിനൊക്കെ പുറകിലൊക്കെ നിങ്ങളുടെ അധ്വാനമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം നിങ്ങളെ തീർച്ചയായിട്ടും ആദരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ ഒരു ദിവസം നിങ്ങളോട് ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ ഈ ദിവസമായിട്ട് നമുക്ക് എന്ത് കാണിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 15 മിനിറ്റിനേക്ക് നമുക്ക് പ്രാർത്ഥന നടത്തും. പിന്നെ ചിലർക്ക് കുമ്പസാരിക്കേണ്ടവർക്ക് കുമ്പസാരിക്കാനുള്ള അവസരം തരുന്നുണ്ട്. കുമ്പസാരിക്കാം.